സാറിന്റെ ബാല്യകാലം ഈ കണിച്ചുകുളങ്ങര തന്നെയായിരുന്നു? ആയിരുന്നു. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് തൊട്ട് പടിഞ്ഞാപ്പുറത്തൊരു വീടുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അതായത് ഇവിടുന്ന് കഷ്ടിച്ച് 2 ഫർലാങ് അകലെ. അച്ഛൻ കയറിന്റെ ബിസിനസ് ആയിരുന്നു. അതെ. അപ്പൊ ഒരുപാട് വീട്ടിലന്ന് കാറും ആനയൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഞാൻ കാണുമ്പോൾ അച്ഛൻ വേവിൻ വാക്സോൾ കാറാണ്. ആനയെന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് എൻ്റെ അച്ഛനാണ് ആദ്യം കൊണ്ടുവന്നത്. 1 അല്ല 2 എണ്ണം. ആനന്ദവല്ലിയെന്നും വിജയനെന്നും പറഞ്ഞ 2 ആന. സാറുണ്ടാവാൻ വേണ്ടി ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തി അമ്മയച്ഛനും. അതെ. അതായത് ഞങ്ങളുടെ ഏറ്റവും മൂത്ത സഹോദരൻ, അതിനിടയ്ക്ക് ഒരു സഹോദരൻ, പിന്നെ ഉള്ളതെല്ലാം 4-5 പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖത്തിൽ അമ്മയും അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവം 2 മക്കളെ 2 എണ്ണത്തിന് ഒന്നിച്ച് പ്രസവിച്ചപ്പോൾ 2 വൈക്കത്ത് ആണ് ആദ്യം പോയി ശാപ്പാടടിക്കാനായിട്ട് അവിടെ കൊണ്ടുപോയത്. അതുകൊണ്ട് ദൈവം സഹായിച്ച് വൈക്കത്തപ്പൻ്റെ ആ ഊണ് കിട്ടിയതോടുകൂടി ഇന്ന് ഇതേവരെ ശാപ്പാടിന് ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. ദൃഷ്ടാന്ന ഭക്ഷണം എവിടെ ചെന്നാലും ഇഷ്ടപ്പെടും. ആ ഭാഗ്യം കൊണ്ട് അമൃതായി കയറേണ്ടി വന്നു. കണ്ട ഒന്ന് കയറി ഭക്ഷണം തോന്നാൻ ആൾ മരിച്ചുപോയി. അത് ഗവൺമെൻറ് സർവീസ്. പുള്ളിക്ക് അല്പം വിദ്യാഭ്യാസം വിവരമുള്ള ആളായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസം വിവരം അല്പം കുറവാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പണിക്ക് പോകുന്നത്. എൻ്റെ അമ്മ 10 പ്രസവിച്ചു, 12 ആള്. 2 ഇരട്ട. ആ 2 ഇരട്ട. ഏറ്റവും ഇളയത് പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അതുകൊണ്ട് അന്നത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊന്നൊന്നുള്ളതല്ല. അതൊന്നും എത്ര കുടികിടപ്പുകാരുണ്ട്, എത്ര മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, കുടികിടപ്പുകാർ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റസാണ്. അന്ന് എനിക്ക് 148 കുടികിടപ്പുകാരുണ്ട്. അച്ഛൻ 56 വയസ്സാണ് അച്ഛനുള്ളപ്പോൾ. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നെ എൻ്റെ അമ്മയാണ് ഞങ്ങളെല്ലാം. വളരെ കഷ്ടപ്പെട്ട ദേവകിയമ്മ. വളരെ കഷ്ടപ്പെട്ട് സാമ്പത്തിക കഷ്ടപ്പാടല്ല, ഇതെല്ലാം കാക്കക്കാലും പരുന്നുംകാലിലും പോകാതിരിക്കണ്ടേ, അതിനെല്ലാം ഇതിനെ സംരക്ഷിച്ച് നോക്കി എല്ലാം എൻ്റെ അമ്മയാണ് നോക്കി. സ്കൂളിൽ ആദ്യത്തെ KSUവിന്റെ ചെയർമാൻ ആയിരുന്നു. അതെ അതെ. അതെങ്ങനെയായിരുന്നു പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് കിടക്കാൻ? രാഷ്ട്രീയത്തിൽ വരാൻ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചെറുപ്പത്തിലെ തന്നെ ഒരു പ്രമാണിയാകണമെന്നൊരു തോന്നല്. അപ്പം തന്നെ തോന്നി പ്രമാണിയാകണം, ചുമ്മാ പ്രമാണിയാകാനൊക്കത്തില്ല, അതിനൊരു രാഷ്ട്രീയ പിൻബലം വേണം. അപ്പം ഞാൻ നോക്കിയിട്ട് അന്ന് ഇവിടെ അല്ല SF ആ SF എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് മാത്രമേ ഇവിടെ ഈ സ്കൂള് അന്ന് ചെയർമാനൊന്നുമില്ല, ലീഡർ എന്നും പറഞ്ഞ് തിരഞ്ഞെടുക്കുകയാണ്. സ്കൂൾ ലീഡർ. അതിനുശേഷം KSU ഉണ്ടായി. അന്ന് AK ആൻ്റണി ST കോളേജിലും AK ആൻ്റണി ചേർത്തല സ്കൂളിലും വയനാട് രവി ST കോളേജിലും പഠിക്കുകയായിരുന്നു. വയലാർ രവിന് AK ആൻ്റണി AK ആൻ്റണി ഒരു ഉടന്ന സൈക്കിളിൽ ചവിട്ടി ഇവിടെ വരും കണിച്ചുകുളങ്ങര. വയലാർ രവിയുടെ അമ്മ ദേവകൃഷ്ണൻ അവർ ചേർത്തലയിൽ നിന്ന് ബസ്സിലിടുമല്ലോ. വയലാർ രവിക്കും അന്നൊരു 4 കൊടുത്ത പുള്ളി ഇവിടെ വന്നോളൂ. ഇവിടെ ST കോളേജിൽ നിന്ന് വന്ന് ഇവിടുന്ന് പ്രശ്നം പിന്നെ 4 കൊടുത്ത പുള്ളി ചേർത്തലയ്ക്കും പോയിക്കോളൂ. ആദ്യം സ്കൂളിലെ ചെയർമാനായി ഞാൻ തിരഞ്ഞെടുത്തത്. ഓരോ മൈക്കിൻ്റെ മുമ്പിൽ വരും പോലും വരാനറിയാൻ പാടില്ലാത്ത, മലയാള അക്ഷരം ചൊവ്വേനേരെ പറയാനറിയാൻ പാടില്ലാത്ത ഞാൻ എന്നെ കൊണ്ടുപോയി സംഗതി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വലിയ മാനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം എല്ലാ സ്കൂളിനെ വിളിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ പ്രസംഗിക്കണം ഒരു ദിവസം. എനിക്ക് വല്ലതും അറിയാമോ? ഒന്നും പഠിച്ചില്ല. വിഷയം അപ്പം തരികയാണ്. എന്നോട് ആദ്യം പറഞ്ഞത് ചങ്ങമ്പുഴ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് പുഴ എവിടെ നിന്ന് തുടങ്ങുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. അത് ഏത് ഹിമാലയത്തിൽ നിന്ന് തുടങ്ങുന്നോ, അത് എവിടുന്ന് തുടങ്ങുന്നതെന്ന് അറിയാൻ പാടില്ല. ഞാൻ അന്തം വിട്ട് എൻ്റെ പൊന്നു സാറേ ഏത് പുഴയിൽ തുടങ്ങി ഏത് കടലിൽ ചെന്ന അറേബ്യൻ കടലിലാണ് വേറെ. പിന്നെ ഞാനൊരു തരികിടയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പൊന്നു സാറിൻ്റെ കാലെടുത്ത് നമസ്കാരം കൊടുത്ത് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ അഹങ്കാരം വലിയ അറിവുണ്ടെന്നുള്ള അഹങ്കാരമൊക്കെ തീർന്നെന്ന് പറഞ്ഞു. അടുത്തതിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്കൂൾ കന്നിയഞ്ച് പ്രസംഗിക്കാൻ പറയാം. ചുമ്മാ ചെയർമാനായ പോരാ, ചെയർമാനാണ് സ്വാഗതം പറയേണ്ടതെന്ന് പറഞ്ഞു. കാലയിൽ അപ്പഴും പിടിച്ച് അവ പറഞ്ഞ് സാറ് എഴുതി തരിക, ഞാൻ കാണാതെ പഠിക്കാം, സാറ് പുറകെ ഇരുന്നേക്കണം, ഞാൻ എന്തെങ്കിലും തെറ്റി പറഞ്ഞാൽ സാറ് പറഞ്ഞു തന്നേക്കണം, ഞാൻ പറഞ്ഞേക്കണം. അങ്ങനെ ദാസൻ സാറെന്ന് പറയും. അദ്ദേഹം പുറകെ എഴുതി തന്ന് ഞാൻ കാണാതെ പഠിച്ച് ആദ്യം മൈക്കിൻ്റെ മുമ്പിൽ വന്നൊരു സ്വാഗത പ്രസംഗം. അങ്ങനെ ആദ്യം മൈക്കിൻ്റെ മുമ്പിൽ അങ്ങനെ വന്നു. അങ്ങനെ വിറയ്ക്കാതിരിക്കുവാ. വിറച്ചാണെങ്കിലും ദാസൻ സാറ് എൻ്റെ ഗുരുനാഥൻ പുറകെ ഇരിക്കണില്ലേ, ആ ധൈര്യത്തിൽ ഞാൻ മൈക്കിനെ അഭിമുഖീകരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വായനശാല പ്രസ്ഥാനം അങ്ങനെയൊക്കെ അങ്ങനെ സഭാകമ്പം മാറിപ്പോയി. സഭാകമ്പം മാറിപ്പോയി. ഇപ്പം ആര് നിന്നാലും എന്ത് പറയാനും എനിക്ക് ഒരു മടിയില്ല.
ഇപ്പൊ പറയാൻ അധികമായിട്ടുള്ളൂ അല്ലേ? ഞാൻ അധിക പ്രസംഗിയാന്നാ പറയണത്. പക്ഷെ ഞാൻ അതെങ്ങനെ എന്തെങ്കിലും ഒരാളൊരു പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ അതിനെ തിരിച്ച് അത് ഇഷ്ടമില്ലാത്തതാണ് വെച്ചാൽ തർക്കുത്തരം തിരിച്ച് പറഞ്ഞിരിക്കും. റെഡിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഈ എന്നെ വേട്ടയാടാൻ തുടങ്ങിയാൽ ഞാൻ അതേ നാണയത്തെ അവനോട് തിരിച്ചടിച്ചിരിക്കും. എനിക്ക് ഇവിടെ പാർലമെൻ്ററി മോഹമൊന്നുമില്ല. ചിലർക്കെല്ലാം ഉണ്ട് പാർലമെൻ്ററി മോഹം ഉള്ളതുകൊണ്ട് ഉള്ള സത്യങ്ങൾ പറയാൻ മടിയാണ്. കാരണം അവൻ്റെ വോട്ട് വന്നാലോ ഇവൻ്റെ വോട്ട് കിട്ടാതെ വന്നാലോ എന്നൊരു ഭയം. എനിക്കാരുടെ വോട്ട് വേണ്ട. എൻ്റെ വീട്ടിലെ കസേര നല്ല ഉറപ്പുള്ളതാണ് കുഞ്ഞെ. ആ കസേര നല്ല ധൈര്യമായിട്ടും ഉറപ്പായിട്ട് ഇരിക്കാനും ജീവിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇന്നും എനിക്കുണ്ട്. മുഴുവൻ തീർന്നിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ചെയർമാൻ ആയിരിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് മോഡ് ഉണ്ടായിരുന്നു. ഞാൻ നിഷേധിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അല്പം സംഘടനയെ അല്പം എന്നെ ആദ്യം സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. എന്തിനായിരുന്നു സസ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ KSU ഉദ്ഘാടനം ചെയ്തതിൻ്റെ അതിൻ്റെ പേരിലാണ് ആദ്യം സസ്പെൻഡ് ചെയ്തത്. പിന്നെ ജനലിക്ക് കൂടെ തലയിട്ടതിനാണ് 2 തലക്കിട്ട് താക്കോൽ വെച്ച് ഹെഡ് മാസ്റ്റർ തന്നെ 2 അടി ചെയ്തു. ഈ ഹെഡ് മാസ്റ്റർമാരെല്ലാം എൻ്റെ വീട്ടിൽ താമസിച്ച് എനിക്ക് ട്യൂഷൻ തന്നിട്ടാണ് പോകണമെന്ന് മനസ്സിലാക്കണം. അവരെന്നെ സസ്പെൻഡ് ചെയ്തിട്ട് രക്ഷകർത്താവിനെ വിളിച്ചോണ്ട് വരാൻ നടക്കുന്ന കാര്യമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ തോന്നി വിളിച്ചെന്നെ, താഴെ മോനെ നീയൊക്കെ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ ബുദ്ധി അവർ ചെയ്യാൻ രക്ഷകർത്താക്കൾ ഈ എൻ്റെ ഗുരുക്കന്മാർ നമ്മളെല്ലാം ശിക്ഷിച്ചതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോയി. അന്ന് അച്ഛൻ മരിച്ച ശേഷമായിരിക്കണം വേണമെങ്കിൽ വീട്ടിലൊരു കൺട്രോൾ ആരും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ശരിയാകും. കാരണം എൻ്റെ ചേട്ടനെതിരായിരുന്നു. ആണോ? ഇവനൊരു അലവലാതിയാണല്ലോ. അവനാണ് ഞാൻ ഇച്ചിരി ഇടതുപക്ഷത്തിലേക്ക് പോയി. ഇടതുപക്ഷത്തിലേക്ക് പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ കള്ള് കുടിച്ച് തുള്ളുകയായിരുന്നു. അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഒരുപാട് സ്ത്രീകളുടെ വേദന, ഭർത്താവ് കുടിച്ച് താഴത്ത് വീഴുക, ഭാര്യ പോയി മുഖത്ത് വീഴുക, മകനപ്പകളും കൊച്ചുമക്കളും കരയുക, എന്നാ ഉത്സവം ഇത് അവസാനിപ്പിക്കണമെന്ന് ചെറുപ്പക്കാരായി ഞങ്ങൾക്ക് തോന്നി. ഞാൻ അതിനെതിരെ ഫൈറ്റ് ചെയ്തു. ഉത്സവം നടത്താൻ പാടില്ല, നടത്തണമെങ്കിൽ ആറാട്ടായിരിക്കണം. ഇതിൻ്റെ പേരിൽ യാഥാസ്ഥികര വിഭാഗം എന്ന് പറഞ്ഞൊരു സമ്പന്ന വിഭാഗവും പിന്നെ ഞാനും തമ്മിൽ ഭയങ്കര ഫൈറ്റായി. ആ ഫൈറ്റ് അങ്ങനെ മൂത്തപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ എന്നെ തള്ളിയിട്ട് അവരുടെ കൂടെ ചേർന്നു. അപ്പം ഞാൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഞാൻ കമ്മ്യൂണിസ്റ്റായി. അങ്ങനെ ഇവിടുത്തെ പാവങ്ങളുടെ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായി ഞാൻ മാറി. ഇവിടുത്തെ പണക്കാരുടെ എല്ലാം കണ്ണിൽ ഒരു കരടായി മാറി. അങ്ങനെ ആ യുദ്ധം മുമ്പോട്ട് പോയി വന്നപ്പോഴാണ് ഈ അമ്പലം ഭരിക്കണമെന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. 24 വയസ്സിൽ ഞാനാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ അമ്പലം പ്രസിഡൻ്റ് ആകുന്നത്.